ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് ഈ നിമിഷം നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്. അപ്പൊ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഈ നിമിഷം നിങ്ങളുടെ വ്യക്തി ഓ ഓക്കെ ഓക്കെ അതായത് ആദ്യമേ ഒരു കാര്യം പറയട്ടെ. നിങ്ങളുടെ കഷ്ടകാല സമയത്തെടുത്ത ഒരു ചെറിയ തീരുമാനം അത് വലിയ ഒരു ബുദ്ധിമുട്ടിലോട്ടോ വലിയൊരു വിഷമങ്ങളിലോട്ടോ നിങ്ങളെ കൊണ്ടുപോയി എത്തിച്ചിരിക്കുന്നു. അങ്ങനെയാണ് ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ നടന്നിരിക്കുന്നത്. ഒന്നല്ലെങ്കിൽ ഈ വ്യക്തിയുടെ അടുത്തുള്ള കണ്ടുമുട്ടലോ ഈ വ്യക്തിയുമായിട്ടുള്ള സെലക്ഷൻ പ്രൊസീജിയറോ സംതിങ് ഒരു 70% ആളുകൾക്കും ഒന്നല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ടുള്ള കുടുംബമായിട്ടുള്ള ഒരു കൂടിച്ചേരലോ ഈ വ്യക്തിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്തതോ സംതിങ് ഒരു റിലേഷൻഷിപ്പോ കാര്യങ്ങളോ അത് നിങ്ങളെ നല്ല രീതിക്ക് ആ ഒരു ചെറിയൊരു തീരുമാനത്തിന് നിങ്ങളെ ആകെ കൊണ്ട് ഒലച്ചിരിക്കുന്നത് പോലെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ അത് കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. നല്ല രീതിയിൽ അങ്ങനെയുള്ള പരിപാടികൾ ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം ഒരു കുടുംബത്തിന് അല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു നോർമലായിട്ട് ഇരുന്ന ഒരു വ്യക്തിനെ, നിങ്ങളെ ആയിരിക്കാം, നിങ്ങളുടെ കുടുംബത്തിനെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന, നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആളുകളെ ആയിരിക്കാം, അവരെ തലകുത്തി നിർത്തിയിരിക്കുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ ടോട്ടലി നിങ്ങളെ ബാലൻസ് തെറ്റി നടത്തിയിരിക്കുന്നു, ബാലൻസ് ജീവിതത്തിന്റെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ അങ്ങനെയാണ് കാണുന്നത്. കാരണം ഒരു ബാലൻസ് ഇല്ലായ്മയാണ്. ചിലപ്പോൾ ഫിനാൻഷ്യലി നിങ്ങൾക്ക് ബാലൻസ് കിട്ടുന്നുണ്ടാവില്ല, അല്ലാന്നുണ്ടെങ്കിൽ നോർമലി ഒരു ഫിസിക്കലി ഉള്ള ശാരീരിക ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ, ഡിപ്രഷൻ, മാനസിക വിഷമം, ബുദ്ധിമുട്ടലുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാകാം. അത് ഈ വ്യക്തിയുടേതായിട്ടുള്ള പല പരിപാടികളും നിങ്ങളെ ടോട്ടലി ഒലച്ചിരിക്കുന്ന പോലെ ഉള്ള ഒരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഈ വ്യക്തി, അതായത് നമ്മളിപ്പോ ഒരു തെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് അംഗീകരിച്ച് ആ തെറ്റ് എന്ന് പറയുന്ന കാര്യത്തിന് ശരിയിലോട്ട് പോകാം. പക്ഷെ ഇവിടെ തെറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആള് ഒന്നാമത്തെ കാര്യം അംഗീകരിക്കില്ല, രണ്ടാമത്തെ കാര്യം അംഗീകരിച്ചു കഴിഞ്ഞാലും അത് ശരിയിലോട്ട് വരുത്താൻ ഇത്തിരി കാലതാമസമുള്ളൊരു ആളാണ്. അത് ശരി മറ്റുള്ളവരെ തിരുത്താൻ നോക്കും. ഈ ആരാണോ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവര് അവരെ തിരുത്താനോ അവരെ തെറ്റുകാരനോ തെറ്റുകാരിയോ ആക്കാനോ ശ്രമിക്കും. അല്ലെങ്കിൽ അവര് മനസ്സമാധാനം കെടുത്തുന്ന വ്യക്തി, അവര് സംശയരോഗി, അന്ധവിശ്വാസം പറയുന്ന ആളുകൾ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നിങ്ങളെ കുറ്റപ്പെടുത്താൻ നോക്കുന്ന ഒരു വ്യക്തിയാണ് ഇത്. ഇവിടെ അങ്ങനെയാ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കുറെ ആളുകൾക്ക് ഇതൊരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പാണ്. അതായത് നമ്മൾ കടലിലെ തിരമാലകളെയൊക്കെ കണ്ടിട്ടില്ലേ,
അതുപോലെ തിരമാല ഇങ്ങോട്ട് വരും. അപ്പൊ നമുക്ക് ഒരുപാട് പ്രതീക്ഷ നിങ്ങൾക്ക് വരും. ഓ കുഴപ്പമില്ല, ശരിയായി. പക്ഷെ ആ തിരമാല അതേ ഫോഴ്സിൽ തിരിച്ചു പോകുമ്പോഴാണ് അയ്യോ വീണ്ടും ഞാൻ ശശിയായല്ലോ എന്നുള്ള രീതിയിൽ ഇരുന്നു പോകുന്നത്. അത് ഇവിടെ ഇപ്പൊ നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്ന പരിപാടി എന്ന് പറയുന്നത്, നിങ്ങളുടെ വ്യക്തി ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ പരിപാടികൾ ഒപ്പിച്ചിട്ട് വന്നു കഴിഞ്ഞാലും, എന്തൊക്കെ എങ്ങനെയൊക്കെ കാണിച്ചിട്ട് വന്നാലും, എത്ര ഫൈറ്റ് ആയിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കിട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ ആദ്യം ദേഷ്യപ്പെടും. അല്ലാന്നുണ്ടെങ്കിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കും, കരയും, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ സംസാരിക്കും, ബിഹേവ് ചെയ്യും. പക്ഷെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവിടെ ഉണ്ടായിരിക്കും എന്നൊരു ഉറപ്പുണ്ടായിരുന്നു. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എങ്ങും പോവില്ല, മെന്റലി അല്ലെങ്കിൽ ഫിസിക്കലി സെപ്പറേറ്റഡ് ആയിട്ട് പോവില്ല എന്നുള്ള ഒരു ഉറപ്പ് അവർക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ കുറച്ചൊരു മനസ്സിലൊരു ഡൗട്ട് ഉണ്ട്. ഇവരെങ്ങാനും നിങ്ങളെങ്ങാനും പൂർണ്ണമായിട്ടും അവരുടെ അടുത്ത് നിന്ന് മൂവ് ഓൺ ആയി പോകുമോ? കാരണം ടോട്ടലി ഈ വ്യക്തിനെ നിങ്ങൾ മാനേജ് ചെയ്ത പോലെ, നിങ്ങൾ പൂർണ്ണമായിട്ടും ഏറ്റെടുത്ത പോലെ, അതായത് പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ ഈ വ്യക്തി ചെയ്തിട്ടുള്ള A to Z നല്ല കാര്യങ്ങളാണെങ്കിലും ചീത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും, പോസിറ്റീവോ നെഗറ്റീവോ എന്ത് പരിപാടിയാണെന്നുണ്ടെങ്കിലും ഈ വ്യക്തിയുടെ എല്ലാം നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആ വ്യക്തിനെ നിങ്ങൾ, ചുരുക്കി പറഞ്ഞാൽ ആ വ്യക്തിനെ നിങ്ങൾ സഹിച്ച പോലെ ഈ ലോകത്ത് വേറൊരു വ്യക്തിയും സഹിക്കത്തില്ല. കാരണം നിങ്ങൾക്ക് സ്നേഹമാണോ, നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്നേഹമാണ്, നിങ്ങൾക്ക് നല്ല രീതിക്ക് ഇവരെ വേണം, ഇവരുടെ ഒരു പ്രസൻസ് നിങ്ങൾക്ക് നല്ല ഒരു ഫീലിംഗ് ആണ്. നല്ല ഒരു തണുത്ത പോലത്തെ ഒരു കാറ്റ് പോലെയുള്ള ഒരു ഫീലിംഗ് ആണ്. പക്ഷെ ഇത് കൊടുങ്കാറ്റ് അടിച്ചപ്പോഴാണ് നിങ്ങൾക്കത് ബുദ്ധിമുട്ടായത്. കാറ്റൊക്കെ നല്ലതാണ്, പക്ഷെ കാറ്റിന് പല രീതിയുണ്ട്. കാറ്റടിക്കണത് പല രീതിയുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ കൊടുമഴയത്ത് കാറ്റടിച്ചാൽ ബുദ്ധിമുട്ടാണ്, കൊടുങ്കാറ്റാണെങ്കിലും ബുദ്ധിമുട്ടാണ്. കൊടുങ്കാറ്റടിച്ചപ്പോഴാണ് ബുദ്ധിമുട്ടലുകൾ വന്നത്. അപ്പൊ നിങ്ങൾ വേറെ എന്തെങ്കിലും പരിപാടിയിൽ പോകുമോ എന്നുള്ളൊരു ടെൻഷനും ഉണ്ട്. പിന്നെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങള് ഇവരെ ചതിക്കുവോ, ഇവരോട് നുണകൾ പറയുന്നുണ്ടോ, നിങ്ങളുടെ കൂടെ നിങ്ങളെ സഹായിക്കാനായിട്ട് ഇവരെ മറികടന്ന് നിങ്ങളുടെ കൂടെ നിൽക്കാൻ നിങ്ങൾക്ക് ആരൊക്കെ ഉണ്ട്, അത് ഇവർക്കെതിരായിട്ട് പോകുമോ? കാരണം എല്ലാം ഇവർക്ക് അനുകൂലമായി തീരണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പൊ തെറ്റ് ചെയ്താലും ശരി ചെയ്തു കഴിഞ്ഞാലും എല്ലാം ഇവർക്ക് അനുകൂലമായിട്ട് വരണം. ഇൻസൾട്ടോ കാര്യങ്ങളോ ഐഡന്റിറ്റിക്ക് കോട്ടം തരുന്ന പരിപാടികളോ ഒന്നും നിങ്ങളുടെ വ്യക്തി സഹിക്കത്തില്ല. അതവരുടെ ആ ഒരു നേച്ചറാണ്. അപ്പോ ഇവരെ മറികടന്നുള്ള പരിപാടി എന്തെങ്കിലും നിങ്ങൾ ചെയ്യുമോ? അതിന് നിങ്ങൾ ആരെങ്കിലും സമീപിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അതിനുള്ള പരിപാടികൾ ആരെങ്കിലും പറഞ്ഞു തരുന്നുണ്ടോ? അങ്ങനെയുള്ള ഒരു സംശയം കാര്യങ്ങളും ഉണ്ട്. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ പരിപാടികൾ ഇപ്പൊ പൂർണ്ണമായിട്ടും ബന്ധമില്ലാത്തവരാണെന്നുണ്ടെങ്കിലോ, അല്ല ഇനിയിപ്പോ ഓൺ ആൻഡ് ഓഫ് പോലെയിട്ട് നിൽക്കുന്ന ആരാണെന്നുണ്ടെങ്കിലും നിങ്ങളായിട്ട് പുതിയ രീതിയിലുള്ള സംസാരം കാര്യങ്ങളൊക്കെ തുടക്കമിടാനൊക്കെ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയണം. നിങ്ങൾ ആദ്യമൊക്കെ ഇങ്ങനെ വേണ്ട, ഞാൻ അങ്ങനെയൊന്നും ഇനി പോയി സംസാരിക്കൊന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ ഏത് രീതിയിൽ നിർത്തണോന്നൊക്കെ എനിക്കറിയാം എന്നുള്ള ഒരു മൈൻഡിൽ നിൽക്കും. പക്ഷേ നിങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സായിപ്പിനെ കാണുമ്പോൾ കബാത്ത് മറക്കും. കാരണം നിങ്ങളെ ഏത് രീതിയിൽ എങ്ങനെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ, ഏത് രീതിയിൽ എങ്ങനെ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ട്രാക്കിലോട്ടാക്കാൻ പറ്റും എന്ന് കറക്റ്റായിട്ട് അവർക്കറിയാം. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ MRI സ്കാനിന് പോലും ഇത്രയും ക്ലാരിറ്റി ഇല്ല. അതുപോലെ നിങ്ങളുടെ A to Z സ്വഭാവമോ അല്ലാന്നുണ്ടെങ്കിൽ പരിപാടികളും കാര്യങ്ങളും എങ്ങനെ സംസാരിച്ചാൽ എങ്ങനെ നിങ്ങളെ മാനേജ് ചെയ്യാം, ഏത് രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ അവരുടേതായിട്ടുള്ള കാര്യങ്ങളിലോട്ട് കൊണ്ടുവരാം, പിന്നെ അവരുടെ ഏത് വ്യക്തിനെ നിങ്ങളുടെ അടുത്തോട്ട് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ വ്യക്തികളോട് നിങ്ങൾ മനസ്സ് തുറക്കും, ഏതൊക്കെ വ്യക്തികളോട് നിങ്ങൾ സംസാരിക്കും, ഒരു ചർച്ചക്ക് തയ്യാറാകുമോ, അല്ലാന്നുണ്ടെങ്കിൽ അവർക്കെതിരായിട്ടായിരിക്കുമോ നിങ്ങൾ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്.
കാരണം ഇവിടെ മെന്റലി അകൽച്ച വന്നു പോയ ആളുകളും ഇവിടെ ഉണ്ട്. പിന്നെ ഈ പറയുന്നത് പോലെ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഒരു നിങ്ങളെ നെഗറ്റീവായിട്ട് വിചാരിച്ച് നിൽക്കുന്ന ആളുകളും ഉണ്ട്. അത് കുറച്ച് ആളുകളാണ്. അതല്ലാതെ ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടിയുടെ ബന്ധനത്തിൽ നിൽക്കുന്ന പരിപാടികളുണ്ട്. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഒരു റിലേഷൻഷിപ്പ് മാത്രമല്ല കേട്ടോ തേർഡ് പാർട്ടി. സാമ്പത്തിക ബാധ്യത, കടം, അതൊരു തേർഡ് പാർട്ടിയാണ്. പാരൻസ്, റിലേറ്റീവ്സ്, അതും ഒരു തേർഡ് പാർട്ടിയാണ്. ഫ്രണ്ട്സ്, ഓക്കെ. പിന്നെ ഈ പറയുന്നത് പോലെ പുറത്തുനിന്നുള്ള വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പും ഒരു തേർഡ് പാർട്ടിയാണ്. അതിൻ്റെ അകത്തുള്ള ഒരു ബന്ധനത്തിൽ നിൽക്കുന്ന ഒരവസ്ഥ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ബന്ധവും സ്ഥാപിക്കണം. നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നതെന്നും അറിയണം. മൊത്തത്തിൽ എല്ലാ പരിപാടികളും അച്ചമ്പിക്കൊന്ന് അറിയണം. നിങ്ങൾ ഇവർക്കെതിരായിട്ടൊന്നും ചെയ്യില്ല എന്നറിയാം. അത് ഇവരുടെ ഒരു വിജയമാണ്. നിങ്ങളെ വേദനിപ്പിച്ചതുപോലെ നിങ്ങൾ വേദനിപ്പിക്കില്ല എന്ന്, അത് ഏത് രീതിയിലാണെങ്കിലും വേദനിപ്പിക്കില്ല എന്ന് നല്ലപോലെ അറിയാം. അതാണ്. ഇപ്പോഴാണ് ചിന്തകളൊക്കെ അങ്ങനെ വരാൻ തുടങ്ങിയത്. ഓക്കെ. അതായത് എല്ലാ ആളുകളെ പോലെ അല്ല നിങ്ങൾക്ക് മറ്റാരിക്കോ ഇല്ലാത്ത എന്തൊക്കെയോ ഗുണഗണങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നുണ്ട്. അതെല്ലാം നോക്കി കാണുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് ഒരിക്കലും നിങ്ങളെ കൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് അങ്ങനെ ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല എന്ന് അവർ കരുതിയ പല കാര്യങ്ങളും നിങ്ങൾ ജീവിച്ച് നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ ഉള്ളിൽ വിഷമം ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ പുറത്ത് നിങ്ങൾ അതൊന്നും കാണിക്കാതെ പല കാര്യങ്ങളും ഈ വ്യക്തി ഇല്ലാതെയും നിങ്ങൾ പല കാര്യങ്ങളും മാനേജ് ചെയ്യുന്നുണ്ട്. വിഷമത്തോടുകൂടി ആയിരിക്കും, വേദനയോടുകൂടി ആയിരിക്കാം, പക്ഷെ പല കാര്യങ്ങളും മാനേജ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു കുടുംബസ്ഥനാകാം, അല്ലെങ്കിൽ ഒരു കുടുംബസ്ഥയാകാം. കുട്ടികളെ നോക്കുന്ന കാര്യത്തിലോ കുട്ടികളുടെ കാര്യത്തിലോ വിഷമിച്ച് കാണുന്ന ആരെങ്കിലും ഉണ്ടാകാം. കാരണം നിങ്ങൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും പല പരിപാടികളും നല്ലപോലെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. കാരണം ഒരു സമയത്ത് നിങ്ങളെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, അവരില്ലാതെ നിങ്ങൾക്ക് പല കാര്യങ്ങളും നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല, ഇങ്ങനെ സംസാരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ നിങ്ങളെ പറ്റി ഒരു മാർക്കിട്ട് വെച്ച ആളാണ് നിങ്ങളുടെ ഇയാള്. പക്ഷെ അതിനെയൊക്കെ വിപരീതമായിട്ട് നിങ്ങൾ ഇഴഞ്ഞാണെന്നുണ്ടെങ്കിലും വലിഞ്ഞാണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളെ കൊണ്ട് അണ്ണാൻകുഞ്ഞിനും തന്നാലായതെന്ന് പറയുന്ന പോലെ നിങ്ങളെ കൊണ്ട് പല രീതിയിലും പല വിധത്തിലും ജീവിതം കരപിടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. വളരെ നല്ല കാര്യം. അങ്ങനെയുള്ള പരിപാടികൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒന്നല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനുള്ള ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ പെട്ട ഒരാളാണത്. നിങ്ങൾ കൂടുതൽ ഒരു സ്പിരിച്വൽ കാര്യങ്ങളിലോട്ട് പോകുന്നുണ്ടാവാം, പ്രപഞ്ചത്തിനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നുണ്ടാവാം. കാരണം നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്. ചില ആളുകൾക്ക് അത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടാവാം, ചില ആളുകൾക്ക് അത് വിഷമത്തിൻ്റെയും വേദനയുടെയും പേരിൽ അതൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത സ്റ്റേജിലും കാണിക്കുന്നുണ്ട്. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ആള് വീണ്ടും എന്തെങ്കിലും പരിപാടികൾക്ക് തുടക്കം കുറിക്കാനുള്ള ചാൻസുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. പുതിയ തുടക്കം, പുതിയ സംസാരങ്ങൾ, നിങ്ങളുടേതായിട്ടുള്ള പരിപാടികളൊക്കെ മനസ്സിലാക്കൽ. നിങ്ങൾ ഇപ്പോഴും ഇവരോട് വൈരാഗ്യമാണോ, ദേഷ്യമാണോ, ഇവരെ പറ്റി ഇപ്പോഴും എന്താണ് നിങ്ങൾ വിചാരിക്കുന്നത്, നിങ്ങളുടെ ഇപ്പോഴുള്ള ജീവിതം എങ്ങനെയാണ്,
ഇപ്പൊ ചിലപ്പോ ഈ പറയുന്ന ആള് ഒരു 30% ആളുകൾക്കും നിങ്ങളുടെ കൂടെ തന്നെ ഉള്ളതായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫോണിലോ കൂടിയൊക്കെ സംസാരിക്കുന്നുണ്ടാവും. പക്ഷെ പഴയ പോലെയുള്ള ഒരു കൺവേർസേഷൻ ഇല്ല. വളരെ അടുപ്പമുള്ള രീതിയിലുള്ള ഒരു കൺവേർസേഷൻ ഇല്ല. അതായത് എന്താ പറയാ, തേങ്ങയും ചക്കരയും, ശർക്കരയും തേങ്ങയും പോലെയുള്ള ഒരു കൺവേർസേഷൻ ഇല്ല. തെങ്ങിന്റെ മുകളിലും ശർക്കര ഏതെങ്കിലും കടയുടെ ഉള്ളിലുമാണ്. അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു കൺവേർസേഷൻ ആണ്. അതായത് വല്ലയിടത്തുമാണ് ആള് കൂടെ ഉണ്ടെങ്കിലും ഒരു ഇതില്ല, അടുപ്പം ഇല്ല. അപ്പോൾ അടുപ്പത്തോടു കൂടി നിന്നിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ, എന്താണ് ഇന്ദുചൂടന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്നൊക്കെ പറയണ പോലെ കാര്യങ്ങളൊക്കെ അടുത്തറിയാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. ഇനി നിങ്ങൾ എന്താണ് മുന്നോട്ട് വെക്കാൻ പോകുന്ന പരിപാടി? നമ്മൾ ചെസ് കളിക്കുമ്പോൾ ഇനി കുതിരേനെ ആണോ എടുക്കുന്നത്, ആനേനെ ആണോ എടുക്കുന്നത്, തേരിനെ ആണോ എടുക്കുന്നത് എന്ന് ചിന്തിക്കില്ലേ? ചില ആളുകൾക്ക് അത് കത്തിയിട്ടുണ്ട്, മനസ്സിലായില്ലേ? അതുപോലെ ഇനി നിങ്ങൾ എന്താണ് മുന്നോട്ട് വെക്കാൻ പോകുന്നത്, അടുത്ത നടപടി നിങ്ങളുടെ എന്തായിരിക്കും? അത് ഇവരിക്കിട്ട് എന്തെങ്കിലും കൊള്ളുന്നതാണോ, അല്ലെങ്കിൽ ഇവരെ വേദനിപ്പിക്കുന്നതാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രം അനുകൂലമാക്കിയെടുക്കുവോ, നിങ്ങൾ പൂർണ്ണമായിട്ടും മാറുമോ? അങ്ങനെയൊക്കെയുള്ള ടെൻഷനാണ് നിങ്ങളുടെ കോമളൻ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോമള വിചാരിക്കുന്നത്. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.